വലിയതുറയിൽ കടൽപ്പാലം രണ്ടായി പിളർന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പാലം തകർന്ന നിലയിൽ കണ്ടെത്തിയത്. കടൽക്ഷോഭത്തിലാണ് തകർന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. 2017 ഓഖി ചുഴലിക്കാറ്റിലും 2021 ടൗക്തെ ചുഴലിക്കാറ്റിലും പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പാലത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ 1825 കപ്പലുകൾക്ക് ചരക്കിറക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു വലിയതുറയിലെ ആദ്യ ഉരുക്കുപാലം. 1947 MV പണ്ഡിത്ത് എന്ന കപ്പലിടിച്ച് ഇത് തകരുകയായിരുന്നു. തുടർന്ന് ആ പാലത്തിന് 10 മീറ്റർ തെക്ക് മാറിയാണ് പുതിയ പാലം പണിതത്. 1956 നവംബർ 11 ഇത് ഉദ്ഘാടനം ചെയ്തു. പാലത്തെ കടലെടുക്കാതെ കരയുമായി ബന്ധിപ്പിച്ച് 217 തൂണുകളായിരുന്നു അന്ന് നിലയുറപ്പിച്ചിരുന്നത്. ഇതിൽ 60ഓളം തൂണുകൾ പല കാലങ്ങളിൽ കടലെടുത്തു. 1976-78 കാലഘട്ടത്തിൽ ബലക്ഷയം സംഭവിച്ച ഭാഗത്ത് ചില പണികൾ നടത്തിയതൊഴിച്ചാൽ പിന്നീട് കാര്യമായ നിർമ്മാണങ്ങളും ഇവിടെ നടന്നിട്ടില്ല. 2 വർഷം മുൻപ് പാലത്തിൻ്റെ കവാടം ശക്തമായ തിരയടിയിൽ വളഞ്ഞു. ഇത് പുനർനിർമ്മിക്കുമെന്ന് അന്നത്തെ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സ്ഥലം സന്ദർശിക്കവേ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. വലിയതുറ പാലത്തിൻ്റെ തകർച്ചയോടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ദേശചിഹ്നം കൂടി മറയുകയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.